എനിക്ക് ചെറുപ്പത്തിൽ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു തോരനായിരുന്നു കേട്ടോ മുരിങ്ങയില. അതിനൊരു കാരണമുണ്ട്. ആദ്യമൊക്കെ അമ്മ ഇതുണ്ടാക്കി തരുമ്പോൾ നല്ല കട്ട പിടിച്ചിട്ടാണ് ഇതിരുന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഉണ്ടയായിട്ട് അത് ചവയ്ക്കുമ്പോൾ വല്ലാത്തൊരു കയ്പ്പായിരുന്നു. പിന്നെ ഞാൻ അതൊട്ടും തിന്നാതായപ്പോൾ അമ്മ കണ്ടുപിടിച്ച ടെക്നിക്കാണ് ഇതിങ്ങനെ അരിഞ്ഞിട്ട് നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് തോരൻ വെക്കുക എന്നുള്ളത്. അതെനിക്ക് അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പോൾ അതിന് ശേഷമാണ് ഞാൻ സ്ഥിരമായിട്ട് ഇത് കഴിക്കാൻ തുടങ്ങി. എൻ്റെ മക്കൾക്ക് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കാറ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതുവരെ ആ കയ്പ്പ് ചുവ അറിഞ്ഞിട്ടില്ല കേട്ടോ. അതങ്ങനെ എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അത് പണ്ടത്തെ അമ്മമാർ എളുപ്പപ്പണിക്ക് ഇങ്ങനെ അതിങ്ങനെ ഊരിയിട്ടിട്ട് ആക്കുമ്പം അതിങ്ങനെ നന്നായിട്ട് കട്ട പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം കടുക് വറുത്തിട്ട് ഈ അരിഞ്ഞിട്ടത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അത് ഒന്ന് പെട്ടെന്ന് തന്നെ വാടി കിട്ടും. ഇലയൊന്നും ഒരുപാടിട്ട് വേവിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അതിനകത്തോട്ട് നമ്മുടെ ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചതച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഞാൻ അതിനകത്തൊരു കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോഴിമുട്ട പൊട്ടിച്ച്. ഇലത്തോരനകത്തില്ല, ഇപ്പം മുരിങ്ങയില എന്നല്ല, നമ്മുടെ ചീരക്കകത്തൊക്കെ പച്ച ചീര അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ, നമ്മുടെ വേലിച്ചീര എന്നൊക്കെ പറയും, അതിലൊക്കെ ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സംഭവം ഇച്ചിരി കുറവാകുന്നതിനുള്ളൊരു ടിപ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് സാധനം വെന്ത് വരുമ്പോൾ ഇത്തിരിയല്ലേ കാണത്തുള്ളൂ. അപ്പോൾ ഈ മുട്ടയും കൂടെ ഒക്കെ ഇടുമ്പോൾ അതിന് ടേസ്റ്റും ഉണ്ടാകും, കുറച്ചൊരു അളവും കൂടുതലുണ്ടാവും കേട്ടോ. നന്നായിട്ട് ഇതിങ്ങനെ കുത്തിയിട്ട് അത് ഇളക്കി കൊടുക്കണം. എന്നാൽ അല്ലെങ്കിൽ അത് ആദ്യം ഇതിങ്ങനെ കട്ട പിടിച്ച പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മളിത് വെന്ത് വരുന്നതനുസരിച്ച് ഇതിങ്ങനെ പൊടിയായിട്ട് ആയിക്കോളും.